നമസ്കാരം. കോട്ടയം തിരുവാതുക്കലിൽ ഇരട്ടക്കൊലപാതകത്തിൽ കൂടുതൽ ദുരൂഹതകൾ. അതിനിടെ സിബിഐ സംഘം വിവരങ്ങൾ ശേഖരിക്കാനായി സംഭവസ്ഥലത്തെത്തി. കൊല്ലപ്പെട്ട ദമ്പതിമാരായ വിജയകുമാറിന്റെയും മീരയുടെയും മകൻ ഗൗതമിന്റെ മരണം അന്വേഷിക്കുന്ന സിബിഐ സംഘമാണ് വിവരങ്ങൾ ശേഖരിക്കാനെത്തിയത്. വിജയകുമാറിന്റെയും മീരയുടെയും മരണം സംബന്ധിച്ച് ലഭിച്ച സൂചനകൾ പോലീസ് സിബിഐയെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് കോട്ടയം എസ്.പി. ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഗൗതമിന്റെ മരണവും വിജയകുമാറിന്റെയും മീരയുടെയും കൊലപാതകവും തമ്മിൽ ബന്ധമില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ചില സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. എഫ്ഐആർ ഇട്ടത് മാർച്ച് 21-നാണ്. കൃത്യം ഒരു മാസം തികയുമ്പോഴാണ് വിജയകുമാറിന്റെയും ഭാര്യയുടെയും മരണം. ഗൗതമിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് സിബിഐ സംഘം സംഭവസ്ഥലത്തെത്തിയത്. 2017-ലാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് വ്യക്തമാക്കിയാണ് വിജയകുമാറും മീരയും ഹൈക്കോടതിയെ സമീപിച്ച് സിബിഐ അന്വേഷണം നേടിയെടുത്തത്. ഗൗതമിന്റേത് കൊലപാതകമാകുമെന്ന് വിലയിരുത്തലും കോടതി നടത്തിയിരുന്നു. എന്നാൽ വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊലപ്പെടുത്തിയ പ്രതിയെ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് കോട്ടയം പോലീസ് എസ്.പി. വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സിസിടിവിയുടെ DVR വീട്ടിൽ നിന്ന് മോഷണം പോയ സാഹചര്യത്തിൽ അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി വീട്ടിലെ കിണർ വറ്റിച്ച് പരിശോധന നടത്തും. പ്രദേശത്ത് മഴ പെയ്യുന്നതുകൊണ്ട് ഈ നീക്കത്തിൽ തടസ്സം നേരിടുന്നുണ്ട്. പ്രതി കിണറിന് സമീപം എത്തിയതിന്റെ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് പോലീസ് കിണർ പരിശോധിക്കുന്നത്. DVR കിണറ്റിൽ കളഞ്ഞോ എന്നതാണ് പരിശോധിക്കുക. വീട്ടിൽ നിന്ന് 3 മൊബൈൽ ഫോണുകളും മോഷണം പോയിട്ടുണ്ട്. ഈ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇതും ദുരൂഹത കൂട്ടുന്നുണ്ട്. ആ ഫോണുകളിൽ നിർണായകമായതെന്തോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ വീട്ടിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന ആസാമുകാരൻ അമിതിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വിജയകുമാറിന്റെ പരാതിയിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. അന്ന് മൊബൈലാണ് മോഷ്ടിച്ചത്. അതിനിടെ വിജയകുമാറിന്റെയും മീരയുടെയും കൊലപാതകം നടത്തിയ പ്രതി വീട്ടിനുള്ളിൽ പ്രവേശിച്ചത് പിന്നിലെ വാതിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുറന്നാണെന്ന് പോലീസ് കണ്ടെത്തി. ആദ്യം വിജയകുമാറിനെയാണ് കോടാലി ഉപയോഗിച്ച് പ്രതി വെട്ടിയത് എന്നാണ് നിഗമനം. വിജയകുമാറിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ മീരയെ പിന്നാലെ കൊലപ്പെടുത്തിയെന്നും കരുതുന്നുണ്ട്. ഇരുവരെയും അതിക്രൂരമായി ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയത്. വിജയകുമാറിനെ വീട്ടിലെ ഹാളിലും മീരയുടെ മൃതദേഹം അകത്തെ മുറിയിലുമാണ് കണ്ടത്. ദമ്പതികളെ ആക്രമിക്കാൻ പ്രതി ഉപയോഗിച്ച കോടാലി വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയം എസ്.പി.യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മോഷണ ശ്രമം നടന്നിട്ടില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കൊല്ലപ്പെട്ട 2 പേരുടെയും ശരീരത്തിലെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി സൂചനയില്ല. വീടിനുള്ളിൽ അലമാരയോ ഷെൽഫുകളോ ഒന്നും കുത്തി തുറന്നിട്ടില്ല. എന്നാൽ മൊബൈൽ ഫോൺ മോഷണം പോവുകയും ചെയ്തു. മരിച്ച 2 പേരുടെയും ദേഹത്ത് വസ്ത്രങ്ങളും ഉണ്ടായിരുന്നില്ല. മകൻ അസ്വാഭാവിക രീതിയിൽ മരിച്ച വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന വിജയകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ച് 2 മാസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹവും ഭാര്യയും കൊല്ലപ്പെട്ടത്. 8 വർഷം മുൻപ് മകൻ കൊല്ലപ്പെട്ട വിഷയത്തിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എന്നാൽ 2 മാസങ്ങൾക്കുള്ളിൽ കുടുംബം തന്നെ കൊല്ലപ്പെട്ടത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയായ വിജയകുമാറിനെയും ഭാര്യയെയും ഇന്ന് രാവിലെയാണ് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 2017 ജൂൺ മാസത്തിലാണ് വിജയകുമാറിന്റെ മകൻ ഗൗതം കൃഷ്ണകുമാറിനെ തെള്ളകം കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.